ഇതുപോലെ വരുന്നവര് അങ്ങനെ തീ പരത്തിക്കൊണ്ട് കിട്ടും. മിക്സറ് പൂന്തി ചാരമട മിച്ചല് മാന്തല് എല്ലാം ഉണ്ടോ? ബിസ്ക്കറ്റ് ലഡു ജിലേബി അങ്ങനെ പറ. അങ്ങനെ എന്ത് ചെയ്ത് അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞു. മൂത്തൊന്ന് കാറിന് കെട്ടാൻ പോയി. അങ്ങനെ 100 ഞാൻ കാർ അവിടെ കഞ്ഞിച്ചു. നമ്മാറി വന്നു. കാറില്ല. അങ്ങനെ ആലത്തൂർ പോയി. അവിടെയില്ല. കൊല്ലങ്കോട് പോയി. അവിടെയില്ല. കൊഴിഞ്ഞാമ്പാറ പോയി. കാറില്ല. കാറായ കാർക്ക് അവിടെ കഞ്ചിക്കോട് നിന്ന് പെയ്യും. മഴക്കാരനെ പറയുന്നത് അങ്ങനെ ഞാനും എന്റെ ഭാര്യ കൂടി 101 കാറില് ഇങ്ങനെ കുലുങ്ങി വണ്ടി എടുത്ത് പോയിരുന്നത് അതിന് ആക്ഷൻ കിട്ടാൻ പറ്റില്ല. എന്താണ് കാറ് കിട്ടില്ല, 4 ചക്രം ഇല്ലാത്ത പറ്റില്ല. അപ്പൊ എന്ത് വണ്ടി 4 ചക്രമില്ലാത്തത്? ഇമ്പാല വണ്ടി അങ്ങനെ കൊണ്ടുവന്നില്ലേ? അവിടെ എന്റെ വലത്ത് കാലെടുത്ത് എന്റെ പണിയിലൊക്കെ വെച്ചോ. എന്റെ അമ്മ വയ്യാണ്ട് കിടക്കണം. അപ്പൊ തന്നെ ജീവൻ നല്ല അങ്ങനെയല്ലേ ഏലം പറിച്ചിട്ട് വരുമ്പല്ലേ ദേവത്തിന് നിന്റെ കെട്ടിൽ എന്റെ വീട്ടിക്ക് വരണ്ട. സുജിമുത്തന്റെ വീട്ടിൽ ഞാൻ വരുമല്ലോ. എന്റെ വീട്ടിക്ക് വേണ്ട. ഞങ്ങളെ പോളുക വീട്ടിൽ പോ. കല്യാണം കഴിഞ്ഞിട്ട് 7 ദിവസം കഴിയുന്നു. എന്റെ ഭാര്യ അവിടെ മുണ്ടിയം പൂജ, മൂക്കണ്ടാത്തം പൂജ, കണ്ടകാരൻ പൂജ, നിന്റെ തന്തന്റെ പൂജ, അങ്ങനെ എന്റെ ഒത്തു ചെയ്ത് കുമ്പിട്ട് നിന്നിട്ട് പ്രാകണു. പ്രാർത്ഥിക്കണോ? എന്താ പ്രാർത്ഥിക്കണോ? തമ്പുരാട്ടി താഴെ, തമ്പുരാട്ടി മേലെ പറ, തമ്പുരാട്ടി താഴെ, താഴെ. അതന്നെ എന്താ പറയുന്നത്? എന്റെ പുതിയ മരുമകന്റെ വെള്ളം തെളിക്കാത്ത അമ്മാനപ്പനെ കോഴിക്കോടയില്ല. പുതിയ വന്നല്ലേ കോഴി അറക്കണം, കുടയണം. അമ്മന്റെ കോഴി ചോദിക്കില്ലേ? അപ്പൊ വെള്ളം നോക്കി വിടാൻ പറഞ്ഞു. കല്യാണം കഴിച്ചതല്ലേ? അവിടെ ഐശ്വര്യമുള്ളവളല്ലേ? എന്റെ വീട്ടിൽ വന്നല്ലേ? പുതിയ നരിമാൻ വന്ന് വെള്ളം കളിച്ച അമ്മാനപ്പനെ കോഴിക്കോടിയോട് പറഞ്ഞു. ഞാൻ പോകുമ്പോ അമ്മായമ്മ കുണ്ടിയും പിടിച്ചിട്ട് അമ്മായപ്പ കോഴി അങ്ങനെ ഞാൻ പോയി വെള്ളം കളിച്ചു. കോഴി അങ്ങോട്ട് കുടഞ്ഞു, വലിച്ചു വിട്ട് അർത്തു. അങ്ങനെ വന്നു കള്ള അപ്പുറത്ത് വാങ്ങി വന്നു പറയുമ്പോ അതാണ് പറഞ്ഞത്. കള്ള അപ്പുറത്ത് വാങ്ങി വന്നു. അതല്ല, അങ്ങനെ എന്ത് ചെയ്ത് എന്റെ അമ്മാനപ്പനും അമ്മാനും കൂടി തമ്പാട്ടിപ്പേരെ കുപ്പിടിച്ച് കാണുന്നു. തമ്പാട്ടി താഴെ എന്റെ മകളെ കൊടുത്തിട്ട് 5-8 കൊല്ലുപോയി. ഇതുവരെ ഒരു ചുട്ടിയില്ല. അടുത്ത കൊല്ലം വരുമ്പോഴേക്ക് ഒരു കുട്ടി ഉണ്ടായി അതിന്റെ തലപറ്റി കളികാട്ടി കളിക്കാൻ ഒരാൾക്ക് കുട്ടി കിട്ടാണ്ട് തലവടി എല്ലാവർക്കും തലക്കുര എടുക്കാന്ന്. എന്റെ ഭാര്യ വിളിച്ചു. ഞാൻ എന്ത് പറഞ്ഞു? അവിടെ എന്ത് പറഞ്ഞിട്ട് കുറച്ചിറച്ചി പെരട്ട്, കുറച്ച് വരട്ട്. നീ അത് കാര്യം ബന്ധുക്കാരെ വിരുന്നുകാരെ ആരെങ്കിലും ഉച്ചരിഞ്ഞ് വന്നാലോ കുളിച്ചു വന്ന് മറ്റേതും മുളക് എനിക്ക് പോവില്ല. മാറ്റിന് പറിച്ചില്ലേ അതിന് അത്ര മാറിയടാ. നിന്റെ വിചാരം വേറെയാണ്, മറ്റേ മാംസം അപ്പൊ ഒരു കാര്യം ചെയ്യും. പൂജ കഴിഞ്ഞില്ലേ? ഒരു കാര്യം ചെയ്യും. പൂജ കഴിഞ്ഞ് നോക്കണ മുത്ത എല്ലാം ക്ലിയറായി. അങ്ങനെ നോക്കുമ്പോഴേക്ക് അവരുടെ ചെറിയ മരിക്കും. ഞാനിതൊന്നും അവളെ കൊണ്ടുവന്നോ അന്ന് തുടങ്ങിയതാണ്. കുഞ്ചൻ മരിച്ചു, ഈ കുഞ്ചൻ മരിക്കുമല്ലേ? അത് എന്തൊക്കെ ചെലവ് ഇറക്കി നല്ലപോലെ ഇറക്കിയ ഞാൻ ചെലവ് ഉറക്കം ചെയ്തു. ഉറക്കമല്ല എത്ര കഷ്ണം വന്നു എന്തൊക്കെ കഷ്ണം വന്നു
വരല്ലേ അത് എങ്ങനെയാണ് പണ്ട് വരുത്തത്തെ പോയിട്ടില്ല
പറഞ്ഞാൽ അവിടെ എല്ലും കഷ്ണം ഉള്ളത് കൊണ്ട്. നീ എന്താ വരാൻ കാരണം പറ. തൊടമുറി കഴിഞ്ഞ പടിയല്ലേ വരണം. നേരെ മെഡിക്കൽ കോളേജിൽ പോയിരുന്നില്ലേ? ഓ കല്യാണം കഴിഞ്ഞതോ? നായിന്റെ ഭാര്യ വന്നിട്ടുണ്ടോ? നായിന്റെ ഭാര്യന്റെ പേരെന്താണ്? നായിന്റെ. ഓ നിങ്ങൾ പറയണതൊന്നും ഭ്രാന്തല്ല, ഞാൻ പറയണതാണ് ഭ്രാന്തില്. പേര് അപ്പൊ നിന്റെ പേരോ? സുഖമായി വരട്ട. പിന്നെ ചാത്തമ്പാട്ട ഞങ്ങൾ എന്ത് ചെയ്യണം തന്നെയോ? അതെയോ? എങ്ങനെ വിളിക്കണപ്പോ? വെള്ളത്തിൽ എങ്ങനെ വിളിക്കണം ഞാന്? ഓ വെള്ളത്തിയേ നിന്നെ ചന്തമില്ല കെട്ടിയാൻ വന്നിട്ടുണ്ട്. വേഗം വാ. വന്നാ വന്നോ നോക്കില്ല. വാ ഓ അങ്ങനെയോ? അതിന് നോക്കാൻ വിടണ്ട. അത് വേറെ പോലെ
വീടാ അത് ഏതുപോലെ എങ്ങനെ പിന്നെ എങ്ങനെ വിളിക്കണം ആവോ അമ്മ അവരെ വരിയേ ഇവരെ വരിയേ പറഞ്ഞു അയാൾ എങ്ങനെ വിളിക്കുന്നറിയോ അയ്യോ പവമാടാ കുട്ടിക്കാതോ അയ്യോ പവമാടാ കുട്ടിക്കാതോ ഞാനും വന്നില്ലേ നിങ്ങളെ കാണാൻ പോലിലലിലേ ലേലിലലില പോലിലലിലേ അയ്യോ പവമാടാ കുട്ടിക്കാതോ ഞാനും വന്നില്ലേ നിങ്ങളെ കാണാൻ പോലിലലിലേ ലേലിലലില പോലിലലിലേ അയ്യാ പാകമടി പണ്ണേ വെള്ളത്തി അയ്യയ്യാ നല്ല പാകമാണ് പൂമ്പഴം അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ ആർക്ക് പൂമ്പഴം അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ പറയാ അയ്യോ പാകമ്പടി പറ ആ നല്ല പാവം പോ അതെയോ അതൊക്കെ പോകും അതൊക്കെ അങ്ങനെ പോട്ടെ അത് ഏതുപോലെ അതുപോലെ പാവമടി പണ്ണേ വെള്ളത്തി നാല് വന്നിട്ടില്ല ഇന്ന് നിന്നെ കാണാൻ പോലലലില ലേലലലില പോലലലില കാതിത്തോട് ഞാൻ ഇട്ടിട്ട് ഞാനും വന്നില്ലേ നിങ്ങളെ കാണാൻ പോലിലലിലേ ലേലിലലില പോലിലലിലേ നിങ്ങളുടെ വയറ്റിൽ കിടക്കാൻ നിങ്ങൾ എന്തുമായിട്ട് തള്ളി നിങ്ങൾ എന്റെ നേങ്ങത്താന്ന് കൂടെ തള്ളിയിരുന്നു എന്താന്ന് കുടിച്ച വയറ്റിൽ കിടക്കുന്ന വയറ്റിൽ കിടക്കണം നിങ്ങളുടെ കൈയും കാലം എന്ത് കർമ്മത്തിനാണ് അങ്ങനെ അയക്കുന്നത് നീ അത് വരാൻ നീ ഒന്ന് പറയവിടെ ഇരിക്കില്ലേ ഇതെവിടെ പോയി ഞാൻ കുടിച്ച് മാത്രമേ ഉള്ളൂ നിങ്ങൾ അയാളായ കാരണം എന്നെ ക്ഷമിച്ചതാണ് അവരെന്ത് കാട്ടിന്നറിയാം നിങ്ങൾക്ക് എന്ത് കാട്ടി അയാൾ എന്റെ ആളാണ് അയാൾ ഒന്നും ചെയ്യില്ലെന്ന് ഒന്നും എനിക്കറിയാം ചെയ്യില്ല നിങ്ങൾക്ക് മൂത്രം കുടിച്ചിട്ട് തള്ളുന്നതിൽ തള്ളുകയല്ലേ പാടുള്ളൂ അവരെന്താ കാട്ടിന്നറിയാൻ എന്ത് ചെയ്തറിയാം പാവി ദുഷ്ട